ഗൈസ്, വെൽക്കം ബാക്ക് ടു മൈ ചാനൽ. എല്ലാവരും ഹാപ്പി ആയിട്ടും സേഫ് ആയിട്ടൊക്കെ വിചാരിക്കും. ഞാനിവിടെ സുഖമായിട്ടിരിക്കുന്നു. അപ്പം ഇന്നൊരു ഈവനിങ് വ്ലോഗാണ്. വീട്ടിൽ നിന്ന് ബോറടിച്ചപ്പം ഞാൻ അമലേട്ടൻ്റെ കൂടെ ഇങ്ങോട്ട് വന്നു, ദുബായിലോട്ട് വന്നു. അപ്പം ഞാൻ എന്താ ചെയ്യുക, ഞാൻ അമലേട്ടൻ്റെ ഓഫീസിലൊന്നും പോകുന്നില്ല കേട്ടോ. അമലേട്ടൻ്റെ ഓഫീസിൽ പോകും. ഞാൻ എന്താ വെച്ചാൽ അതിനടുത്തുള്ള സിറ്റി സെൻറ്ററിൽ വെറുതെ ഇങ്ങനെ ഇറങ്ങി നടക്കും കേട്ടോ. അപ്പം ഞാൻ സിറ്റി സെൻറ്ററൊക്കെ കാണിച്ചു തരാം. പുറത്തിറങ്ങി ഞങ്ങൾക്ക് അപ്പം വിശപ്പും ദാഹവും വരും. അപ്പം ഞങ്ങൾ വിചാരിച്ചു നിങ്ങൾക്ക് കഴിക്കാമെന്ന്. അപ്പോൾ ഈ ഒരു കടയിൽ നിന്നാണ് ഞാൻ ചായ കുടിച്ചത്. ചായ അല്ല, ജ്യൂസാണ് കഴിച്ചത്. ഞാൻ ജ്യൂസും അമലേട്ടൻ ചായയാണ് കഴിച്ചത്. ഒരു ഉന്നക്കായും ഒരു മാംഗോ ഷേക്കുമാണ് കഴിച്ചത്. പെട്ടെന്ന് കഴിച്ച് ഞങ്ങൾ അവിടെ നിന്ന് ഇറങ്ങി. കാരണം അമലേട്ടന് ഓഫീസിൽ എത്താൻ വേണ്ടി ലേറ്റ് ആവും. ഞങ്ങൾ അവിടെ നിന്ന് ഇറങ്ങി. ഞങ്ങൾ ജ്യൂസൊക്കെ കുടിച്ച് അവിടെ നിന്ന് ഇറങ്ങി. നേരെ എന്നെ സിറ്റി സെൻറ്ററിൽ അമലേട്ടൻ ഡ്രോപ്പ് ചെയ്യും. എന്നിട്ട് അമലേട്ടൻ അവിടെ നിന്ന് അമലേട്ടൻ്റെ ഓഫീസിലേക്ക് പോകും. നേരെ സിറ്റി സെൻറ്ററിൽ എത്തിയിട്ടുണ്ട്. അപ്പം അവിടെ ഇറങ്ങട്ടെ, എന്നിട്ട് കാണാം അമലേട്ട. അപ്പോൾ ഇതാണ് സിറ്റി സെൻറ്റർ. ഞാൻ അങ്ങോട്ടേക്ക് നടക്കുകയാണ്. ഇന്ന് വർക്കിംഗ് ഡേ ആയതുകൊണ്ട് തന്നെ അങ്ങനെ വലിയ തിരക്കൊന്നും ഉണ്ടായിട്ടില്ല. എന്നാലും അത്യാവശ്യം ഉണ്ടായിരുന്നു തിരക്കൊക്കെ. അപ്പം ഞാൻ അതിൻ്റെ ഉള്ളിലേക്ക് കയറി. ഞാൻ അങ്ങനെ വലിയ വലിയ ഷോപ്പുകളൊന്നും അങ്ങനെ കയറിയിട്ടില്ല. സാറ അങ്ങനത്തെ കുറച്ച് കടകളിലൊക്കെ കയറിയിട്ടുള്ളൂ. പിന്നെ ചില ഷോപ്പിൽ നല്ല ഓഫർ ഉണ്ടായിരുന്നു. സെയിൽ 50%, സെയിൽ 60% സെയിൽ പറഞ്ഞിട്ടുണ്ടായിരുന്നു. അപ്പം ജസ്റ്റ് അവിടെയൊക്കെ കയറി നോക്കിയതേ ഉള്ളൂ. ഒന്നും വാങ്ങിയിട്ടൊന്നുമില്ല. കാരണം എനിക്ക് ഷോപ്പിംഗ് ചെയ്യാൻ പറ്റിയൊരു മൂടൊന്നും ഉണ്ടായിട്ടില്ല. ജസ്റ്റ് ഒന്ന് കറങ്ങി നടക്കാൻ, സമയം പോകാൻ വേണ്ടി കുറച്ച് കറങ്ങി നടക്കാമെന്ന് വിചാരിച്ചുള്ളൂ. അപ്പോൾ ഫസ്റ്റ് ഞാൻ പോയത് മാക്സ് ആൻഡ് സ്പെൻസർ എന്ന് പറഞ്ഞൊരു കടയിലേക്കാണ്. ആ ഒരു ഷോപ്പിൽ ഒരുപാട് ഡ്രസ്സും കളക്ഷൻസ് ഒക്കെ ഉണ്ടായിരുന്നു. ഇന്നോവേഴ്സും നല്ല നല്ല ഡ്രസ്സൊക്കെ ഉണ്ടായിരുന്നു. പക്ഷെ ഞാൻ അവിടുത്തെ ഒന്നും ട്രൈ ചെയ്ത് നോക്കിയിട്ടില്ല. ജസ്റ്റ് ഒന്ന് കറങ്ങി നടന്ന് കണ്ടു. പക്ഷെ ഭയങ്കര ഒരു നമുക്ക് ട്രൈ ചെയ്യാൻ വേണ്ടി തോന്നുന്ന രീതിയിലൊന്നും. അത് കഴിഞ്ഞ് ഞാൻ പുറത്തിറങ്ങിയപ്പോഴാണ് സാറ കണ്ടത്. സാറ എന്നും എനിക്കൊരു വീക്ക്നെസ് ആണ്. അപ്പം ഞാൻ വെറുതെ സാറേൻ്റെ ഉള്ളിലൊക്കെ കയറി ഒരുപാട് കളക്ഷൻസ് ഒക്കെ ഉണ്ട്. സാറയിൽ അത്യാവശ്യം ആൾക്കാരൊക്കെ ഉണ്ടായിരുന്നു കേട്ടോ. വലിയൊരു ഷോറൂമായിരുന്നു. നേരത്തെ പോയ ഷോപ്പിനേക്കാൾ കൂടുതൽ വലിപ്പം ഉണ്ടായിരുന്നു സാറേൻ്റെ ഷോപ്പിന്. അപ്പോൾ ഞാൻ അവിടെ ഉള്ളിൽ കയറി. എനിക്ക് കുറച്ച് ഡ്രസ്സൊക്കെ ഇഷ്ടപ്പെട്ടു. അപ്പോൾ ഞാൻ ഒന്ന് ട്രൈ ചെയ്യാൻ വേണ്ടിയിട്ട് ട്രയൽ റൂമിൽ കയറി. റൂമിൽ കയറിയതിന് ശേഷം എനിക്ക് മിറർ കണ്ടു കഴിഞ്ഞാൽ എനിക്കൊരു വീക്ക്നെസ് ആണ്. ഞാൻ ഒരുപാട് ഫോട്ടോസ് ഒരുപാട് വീഡിയോസൊക്കെ എടുക്കും. അപ്പോൾ ഞാൻ എന്തൊക്കെയോ അതൊന്ന് പറയുന്നുണ്ട് കേട്ടോ. ഒന്നും ക്ലിയർ ഒന്നുമല്ല, ചുമ്മാ പറയാണ്. അപ്പോൾ ഞാൻ ഫസ്റ്റ് ട്രൈ ചെയ്ത് നോക്കിയത് ഈ ഒരു ഡ്രസ്സായിരുന്നു. ഇത് നല്ലൊരു ഡ്രസ്സായിരുന്നു. ആക്ച്വലി നല്ല ബാക്കിൽ സിപ്പൊക്കെ വരുന്നുണ്ടായിരുന്നു. സീവ്ലെസ് മെറ്റീരിയലാണ്. നല്ല ബോഡിക്കോണായി നിൽക്കുന്ന ഡ്രസ്സായിരുന്നു. പിന്നെ എനിക്ക് ഏറ്റവും ഫേവറേറ്റ് ആയത് ഈ ഒരു ഡ്രസ്സാണ്. ഇതും ന്യൂഡിൽ സ്ട്രാപ്പ് വരുന്ന ഒരു ഡ്രസ്സാണ് കേട്ടോ. ഇതും നല്ല ബോഡിക്കോണാണ്, നല്ല ഫിറ്റായി നിൽക്കുന്നുണ്ടായിരുന്നു ഡ്രസ്സ്. എനിക്ക് ഇഷ്ടപ്പെട്ടായിരുന്നു ആ ഡ്രസ്സ്. പിന്നെ എനിക്കിപ്പം കുറച്ചും കൂടി താല്പര്യം ഈ ഓവർ സൈസ് ആയിട്ട് ഡ്രസ്സിനോടാണ്. അപ്പോൾ ഈ ടീഷർട്ട് എനിക്ക് ഭയങ്കര ഇഷ്ടപ്പെട്ടു, ഫ്ലോറൽ പ്രിൻറ്റ്. പക്ഷേ ഇത് എക്സ്ട്രാ സൈസ് ആയിരുന്നു. അപ്പോൾ അതൊക്കെ എടുത്തിട്ട് ഞാൻ ഇപ്പോൾ ഇതിന് വോയിസ് ഓവർ കൊടുക്കുന്നത് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ബാക്ക്ഗ്രൗണ്ടിൽ നിന്ന് കുറേ ഡിസ്റ്റർബൻസ് ഉണ്ടായിരുന്നു. അതുകൊണ്ടാണ് ഞാനിപ്പോൾ വോയിസ് ഓവർ കൊടുക്കുന്നത്. ആ വീഡിയോ സമയം ഞാൻ ശ്രദ്ധിച്ചിട്ടുണ്ടായിരുന്നില്ല. അപ്പം ഞാൻ ഈ 3 ഡ്രസ്സാണ് ട്രൈ ചെയ്ത് നോക്കിയത്. ആ ഷർട്ടിന് നല്ല ഇഷ്ടപ്പെട്ടിട്ടുണ്ടായിരുന്നു. പക്ഷേ ഷർട്ടിന് എൻ്റെ സൈസ് ഉണ്ടായിരുന്നില്ല. ഓവർ സൈസ് ആണെങ്കിൽ കൂടി അത് ഭയങ്കര വലുതായിരുന്നു. അപ്പോൾ ഞാൻ അതൊന്നും എടുത്തിട്ടുണ്ടായില്ല. അപ്പോൾ അവിടുന്ന് ഞാൻ ഇങ്ങനെ നടക്കുകയാണ്. ഇതിൻ്റെ മുകളിലേക്കൊക്കെ ഒന്ന് പോകാമെന്ന്. അപ്പോഴാണ് എനിക്ക് ഒരു ഐഡിയ തോന്നിയത്. കാരണം എൻ്റെ ഫോണിൽ നെറ്റൊക്കെ തീർന്നിട്ടുണ്ടായിരുന്നു. അപ്പം ഞാൻ നോക്കിയപ്പോൾ ഉണ്ട് ആ മോളിൻ്റെ ഫ്രീ വൈഫൈ. അപ്പോൾ ഫ്രീ വൈഫൈ കിട്ടിയപ്പോൾ എനിക്ക് ഭയങ്കര സന്തോഷമായി. അപ്പോൾ ഞാൻ ഇങ്ങനെ ഫ്രീ വൈഫൈ ഒക്കെ കിട്ടിയത് കൊണ്ട് കുറേ വീഡിയോസും റീൽസൊക്കെ കണ്ട് ഇങ്ങനെ നടക്കുമായിരുന്നു. അപ്പോൾ ആണ് ഈ BB സെറ്റ് എന്ന് പറഞ്ഞ ഒരു ഷോപ്പ് കണ്ടത്. ഇവിടെ ഞാൻ ജസ്റ്റ് കയറി നോക്കി. ഒരുപാട് ബാഗും കാര്യങ്ങളൊക്കെ ഉണ്ടായിരുന്നു. ജസ്റ്റ് ഒന്ന് വെറുതെ കയറി നോക്കി. അപ്പം എന്താ വെച്ച് കഴിഞ്ഞാൽ ഇവിടെ കുറച്ചും കൂടി റേറ്റ് കുറവായിരുന്നു ഡ്രസ്സിനൊക്കെ. വലിയ വലിയ റേറ്റിൻ്റെ ഡ്രസ്സൊന്നും ആയിരുന്നില്ല. എല്ലാം ഒരു 20 ദിർഹം 30 ദിർഹം തുടങ്ങി ഒരുപാട് ഡ്രസ്സൊക്കെ ഉണ്ടായിരുന്നു. പക്ഷെ ഒന്നും നല്ല ഭംഗിയുള്ള ഡ്രസ്സൊന്നും ആയിരുന്നില്ല. നല്ല ഓക്കെ ഡ്രസ്സായിരുന്നു. ഒന്ന് ട്രൈ ചെയ്ത് നോക്കാൻ മാത്രമായിട്ടൊരു ഭയങ്കര വാവായി തോന്നുന്ന ഡ്രസ്സൊന്നും എനിക്ക് അവിടെ തോന്നിയിട്ടില്ല. അപ്പോൾ ഇതൊക്കെയായിരുന്നു അവിടെ ഉണ്ടായ കളക്ഷൻസ്. നമ്മൾ നാട്ടിലൊക്കെ പോകുന്ന പോലെ സാധാ ഒരു ക്വാളിറ്റിയുടെ ഡ്രസ്സസ്. അപ്പം ഇവിടെ ഒരുപാട് ചെരുപ്പൊക്കെ കണ്ടു കേട്ടോ. അപ്പോൾ ഹീൽസ്. അപ്പോൾ ഈ ചെരുപ്പ് ഇടുമ്പോൾ എൻ്റെ ഏച്ചിനെ ഓർമ്മ വന്നു. കാരണം ഏച്ചി എപ്പോഴും ഇത്രയും ഹീലിലെ ചെരുപ്പാണ് ഇടാറ്. നോർമലുള്ള ഇത്രയും ഹീലിലെ ചെരുപ്പ് ഇടും. അപ്പോൾ എനിക്ക് അവളാന്ന് ഓർമ്മ വന്നു ഫസ്റ്റ് ഈ ഹീൽസ് കണ്ടപ്പോൾ. അപ്പോൾ ഞാൻ വെച്ചാൽ അവളെ കാണാനൊക്കെ പോകുമ്പം ഇതൊക്കെ വാങ്ങിയിട്ട് പോവാന്ന്. പിന്നെ അവിടെ ചുറ്റിക്കടങ്ങി ഓരോ ചെരുപ്പുകളും ഓരോ ഡ്രസ്സൊക്കെ ഇങ്ങനെ നോക്കി അവസാനം ഞാൻ ആ ഷോപ്പിൽ നിന്ന് ഇറങ്ങി. പ്രത്യേകിച്ച് അവിടെ ഒന്നും ഭയങ്കര നല്ലൊരു ക്വാളിറ്റിയിലൊന്നും തോന്നിയിട്ടില്ല. അപ്പോൾ അവിടെ നിന്ന് ഇറങ്ങിയാൽ ഞാൻ കണ്ടത് ഐസ്റ്റൈലായിരുന്നു. ഐസ്റ്റൈൽ ഞാൻ ഒന്നും വാങ്ങാനൊന്നും പോകുന്നില്ലെങ്കിലും അവിടെ കയറിയിട്ട് ചുമ്മാ ഐഫോണൊക്കെ നോക്കുന്നത് എനിക്ക് ഭയങ്കര ഇഷ്ടമാണ്. ഇപ്പോൾ അമലേട്ടുണ്ടെങ്കിൽ അമലേട്ടിന് ഭയങ്കര ഇഷ്ടമുള്ള കാര്യമാണത്. അപ്പോൾ ഞാൻ വെറുതെ പോയിട്ട് ഐഫോണൊക്കെ അതിൻ്റെ സെറ്റിങ്സൊക്കെ വെറുതെ ഒന്ന് നോക്കി. ഇത് നോക്കിയത് iPhone 15 Plus ആയിരുന്നു. ഞാൻ എല്ലാം നോക്കാറുണ്ട്, ഐഫോണിൻ്റെ എല്ലാ എല്ലാം. അതുപോലെ ഐപോഡും പിന്നെ iWatchൊക്കെ നോക്കാറുണ്ട്. അതിന് ഞാൻ ഇങ്ങനെ ഓരോ ഷോപ്സൊക്കെ നോക്കുകയാണ്. ഇനി അടുത്തത് എവിടത്തേക്കാണ് പോകാൻ പറ്റുകയെന്നുള്ളത്. അപ്പോൾ ഈ താഴേക്ക് വെറുതെ നടന്നു. പിന്നെ എസ്കലേറ്റർ ഞാൻ താഴേക്ക് പോകും. ചിലപ്പോൾ നിങ്ങൾക്ക് ഞാൻ പറയുന്നത് കേൾക്കൂല. അതുകൊണ്ട് ഞാൻ പിന്നെ വിചാരിച്ചു എല്ലാം വോയിസ് ഓവർ ചെയ്യാമെന്ന്. കാരണം അതിൽ ഒച്ചപ്പാടൊക്കെ ഉണ്ടല്ലോ, അതുകൊണ്ട്. പിന്നെ ഈ ഒരു
ഷോപ്പിൻ്റെ പേരൊന്നും എനിക്ക് ഓർമ്മയില്ല. പക്ഷേ ഇവിടെ നല്ല ഓഫർ ഉണ്ടായിരുന്നു ഡ്രസ്സിനൊക്കെ, നല്ല ഓഫർ ഉണ്ടായിരുന്നു. ഇപ്പം 2 എടുത്തു കഴിഞ്ഞാൽ ഒരു 2-3 ടീഷർട്ട് എടുത്തു കഴിഞ്ഞാൽ 40 ദിർഹം അങ്ങനെയൊക്കെ ഉണ്ടായിരുന്നു. അതിൻ്റെ തന്നെ ക്ലെൻസർ, ആ ബ്രാൻഡിൻ്റെ തന്നെ ക്ലെൻസറും കാര്യങ്ങളൊക്കെ ഉണ്ടായിരുന്നു. പിന്നെ അതൊക്കെ കഴിഞ്ഞാൽ ബോർഡടിച്ചപ്പോൾ ഞാൻ വെച്ച് പുറത്ത് വന്നിരിക്കുകയാണ്. ഞാൻ പുറത്ത് വന്നിരുന്നു. പുറത്തപ്പോൾ ഒരുപാട് ആൾക്കാർ മെട്രോ എന്നൊക്കെ ഇറങ്ങി ഒരുപാട് ആൾക്കാർ വരുന്നുണ്ടായിരുന്നു. പുറത്തായിരുന്നു ആക്ച്വലി കാണാൻ നല്ല രസമുണ്ടായത്. പിന്നെ മെട്രോ ഒക്കെ ഇറങ്ങി ഒരുപാട് ആൾക്കാർ സിറ്റി സെൻറ്ററിലേക്ക് പോകുന്നു. അപ്പോൾ ഗൈസ് ഞാൻ സിറ്റി സെൻറ്ററിൽ നിന്നൊക്കെ ഇറങ്ങി ഞാനിപ്പോൾ അമലേട്ടൻ്റെ ഓഫീസിലേക്ക് നടക്കുമെന്ന്. അപ്പം ഇന്നത്തെ വീട് ഇത്രയേ ഉള്ളൂ. സിറ്റി സെൻറ്ററിൽ കുറച്ച് വീഡിയോസൊക്കെ ഞാൻ എടുത്തിട്ടുണ്ട്. പ്രത്യേകിച്ച് ഒന്നും അവിടെ നിന്ന് ഓൾറെഡി ഞാൻ പോയതാണ് കുറേ പ്രാവശ്യം, അതുകൊണ്ട് ഒന്നും കാണാമെന്നില്ല. ഒന്നും വലിയ വലിയ ബ്രാൻഡും കാര്യങ്ങളൊക്കെ മാത്രമേ ഉള്ളൂ. അപ്പം ജസ്റ്റ് എല്ലാ ബ്രാൻഡും ഒന്ന് കയറി ഇറങ്ങി ഡ്രസ്സൊക്കെ ഒന്ന് ട്രൈ ചെയ്ത് നോക്കി. അതുകൊണ്ട് കുറച്ച് ഷോർട്സൊക്കെ ഞാൻ എടുത്തിട്ടുണ്ട്. അപ്പം ഇനിയിപ്പം ഞാൻ ഓഫീസിൽ പോയി നമ്മൾ കാറെടുത്ത് തിരിച്ച് വീട്ടിലേക്ക് പോകും. അപ്പം ഇന്നത്തെ വീഡിയോ അത്രയേ ഉള്ളൂ. എല്ലാവർക്കും ഇഷ്ടപ്പെട്ടെങ്കിൽ എൻ്റെ വീഡിയോ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. അപ്പോൾ ഇത്രയൊക്കെ ഉള്ളൂ. ചാ.